ഹായ് മക്കളെ, നാളെ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പോകുന്ന ഒരു ഡയഗ്രമാണ് മിസ്സിന്റെ കയ്യിലുള്ള. നോക്കിക്കേ, 3 ബീക്കർ ഉണ്ട്. കോപ്പർ സൾഫേറ്റ്, കോപ്പർ സിൽവർ നൈട്രേറ്റ്, കോപ്പർ സിങ്ക് സൾഫേറ്റ്. ഇതിലേത് ബീക്കറിലാണ് റിയാക്ഷൻ നടക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഒരു ഡയഗ്രം തന്നു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനമാണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മെറ്റലിന് ഇവിടെയുള്ള സോൾട്ട് സൊല്യൂഷനിലെ മെറ്റലിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം. കിട്ടിയോ? അതായത് ലവണ ലായനിയിലുള്ള ലോഹത്തെ കാട്ടിലും നമ്മൾ ഇറക്കി വെക്കുന്ന ലോഹത്തിന്റെ ക്രിയാശീലം കൂടുതലായിരിക്കണം. ഇവിടെ കോപ്പറും കോപ്പർ സൾഫേറ്റും രണ്ടുപേരുടെ റിയാക്ടിവിറ്റിയും സെയിം ആണ്. സോ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഇനി ഇതിനുള്ള കോപ്പറും സിൽവർ നൈട്രേറ്റും, കോപ്പറിന് സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്, ശരിയല്ലേ? അപ്പൊ കോപ്പറിന് സിൽവറിനെ ആദേശം ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ റിയാക്ഷൻ നടക്കും. ഇനി ലാസ്റ്റ് കോപ്പറും സിങ്ക് സൾഫേറ്റും, സിങ്കിന് കോപ്പറിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. നോക്കിക്കേ, ഇനി റൈറ്റ് ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ അത് നിങ്ങൾ കമന്റ് ചെയ്യുക.